കർണാടക ഇലക്ഷന് ശേഷം എടുത്തു നോക്കിയാൽ അറിയാം, തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ആവുന്നത്ര നേരത്തെ കൂട്ടി തീരുമാനിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ. അതനുസരിച്ചാണ് സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയകളും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കേരളത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പ്രക്രിയകൾ ഉടനടി ആരംഭിക്കും. വയനാട് ക്യാമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കുന്നതിനും ക്യാമ്പയിൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് രൂപം പാർട്ടി നേതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ്. ഞങ്ങൾ 2 ക്യാമ്പ് ഇതിന് മുൻപ് അവിടെ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇതും. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള വിജയം തീർച്ചയായിട്ടും വിലയിരുത്തും. എവിടെയെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ ആ പാളിച്ചകളും പരിശോധിക്കും. അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഒരു ഫുൾ സ്വിങ്ങോടുകൂടി ഏറ്റവും ശക്തമായ രീതിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുന്ന ഒരു ക്യാമ്പായിരിക്കും വയനാട്ടിലുണ്ടാവുക. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ യാത്ര. അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുന്ന ഒരു സർക്കാരിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പാർട്ടിയെയും മുന്നണിയെയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. അതിനിടയിൽ വേറെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു ശ്രമങ്ങൾക്കും ക്യാമ്പിൽ സ്ഥാനം ഉണ്ടാവില്ല. ഈ വയനാട് നേതൃ ക്യാമ്പ് അടക്കുമ്പോൾ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വയനാട് പുനരധിവാസ വീടുകളുണ്ട്, അതിലെന്തെങ്കിലും ഒരു തീരുമാനമാകുമോ? അല്ല, തീരുമാനം ആയല്ലോ. അത് നാളെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ, സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നാളെയാണ്. ആ രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞു. ഈ ആഴ്ചകളിൽ തന്നെ, ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഈ വടക്കാഞ്ചേരി കോഴാരോപണത്തിൽ കോൺഗ്രസ് എങ്ങനെയായിരിക്കും തുടർന്നുള്ള മുന്നോട്ട് അത് പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് കമ്മിറ്റികളൊക്കെ ഇപ്പം മനസ്സിലായില്ലേ. CPM പഞ്ചായത്ത് പ്രസിഡന്റിനാകാൻ വേണ്ടി, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി എന്ത് പ്രലോഭനങ്ങൾ വരെ കൊടുക്കാൻ തയ്യാറാവും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ എന്നുള്ളതാണ്. അവർ ഇത്രയും എക്സ്പോസ് ചെയ്തൊരു കാര്യമുണ്ടോ പറയാം. എന്നിട്ട് അവരതിനെ പരോക്ഷമായി ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ, സ്വന്തം പാർട്ടിക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ കിട്ടുന്ന വഴികളെല്ലാം തേടുക എന്നുള്ളതാണല്ലോ പുതിയ മാർക്സിയൻ തിയറി. അതേപോലെ തന്നെ കോൺഗ്രസ് ഒന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക്, പുറത്താക്കപ്പെട്ട ആൾക്കാർക്ക് അടുത്ത നിയമസഭാ സീറ്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ. ഇത്തരം ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പ്രക്രിയ ആരംഭിക്കുകയാണ്. അതിനൊരു സിസ്റ്റമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. അവരുടെ സജഷൻ സ്ക്രീനിങ് കമ്മിറ്റി മുമ്പാകെ വരും. ആ സ്ക്രീനിങ് കമ്മിറ്റി അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി മുമ്പാകെ സമർപ്പിക്കും. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന അന്തിമ ബോഡി. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കണ്ട. ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. നിങ്ങൾ കഴിഞ്ഞ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക കണ്ടിട്ടില്ലായിരുന്നു? 2021 സ്ഥാനാർത്ഥി പട്ടിക 50% കൂടുതൽ ചെറുപ്പക്കാരായിരുന്നു. അല്ല 50 വയസ്സിൽ താഴെയുള്ളവരെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓരോ സ്ഥലത്തും ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷേ അവർക്ക് സമയം കിട്ടിയില്ലായിരുന്നു. അനൗൺസ് ചെയ്തത് അവസാന നിമിഷങ്ങളിലായിരുന്നു പലപ്പോഴും. അതുകൊണ്ട് പലർക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കോവിഡിൻ്റെ കാലം കൂടിയായിരുന്നു, പ്രചരണത്തിന് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അത് എക്സ്പോസ് ചെയ്യപ്പെടാൻ പോയത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എടുത്തത് ഏറ്റവും നല്ല യുവമുഖമായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിനല്ല, കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാത്തത്ര യുവമുഖമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അത് തന്നെയല്ലേ. ഞങ്ങൾ ചെറുപ്പക്കാരായ MP-മാരല്ലേ മിക്കവാറും ആളുകൾ. അപ്പോൾ ചെറുപ്പത്തിന് എന്നും പ്രാധാന്യവും കൊടുക്കും ഞങ്ങൾ, ഇതിൽ സംശയമില്ല. വനിതകൾക്കും കൊടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് മുതിർന്ന നേതാക്കളൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. ഒത്തുതീർപ്പിനുള്ള നടപടി. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ നിലപാട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ.